വശത്ത് വൻകിട ശാസ്ത്ര സാങ്കേതിക വിപ്ലവങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയവും സാമൂഹികവുമായ വൻ ആഭ്യന്തര പ്രക്ഷോഭങ്ങളാണ് പുകയുന്നത്. അമേരിക്കയിലെ ബ്ലഡ് ക്രൈസിസ് മുതൽ ചൈനയുടെ ആർട്ടിഫിഷ്യൽ സൺ വരെ, ജപ്പാന്റെ സെക്കൻഡ് ക്യാപിറ്റൽ പ്ലാൻ മുതൽ ചൈനയിൽ പ്രതിഷേധത്തിന്റെ പ്രതീകമായ വാങ് വാങ്ങിന്റെ കഥയും, ഒപ്പം അയൽരാജ്യമായ പാകിസ്ഥാനിൽ തെരുവ് കത്തിപ്പടരുന്ന വൻ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ. നോക്കാം ഓരോ വിശേഷവും. വെൽക്കം ടു ലൂക്ക. ഭക്ഷണം, വെള്ളം, മരുന്ന് ഇതൊക്കെ നമുക്ക് നിർമ്മിക്കാം, നൽകാം, വാങ്ങാം. എന്നാൽ രക്തം, ബ്ലഡ് നിർമ്മിച്ചു നൽകാൻ മാത്രം, അതും ഡെയിലി ബേസിസിൽ മെഡിക്കൽ ഉപയോഗത്തിനായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പാകത്തിന് ടെക്നോളജി നിലവിലില്ല, അല്ലെങ്കിൽ അത്രത്തോളം വളർന്നിട്ടില്ല. അത് നൽകാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്ക നേരിടുന്ന ഒരു ക്രൈസിസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്, ബ്ലഡ് ക്രൈസിസ്. ആരോഗ്യരംഗത്ത് ടെക്നോളജി എത്ര മുന്നേറിയാലും മനുഷ്യരുടെ പങ്കാളിത്തത്തിന് പകരം ഒന്നുമില്ല എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ക്രൈസിസ് ശരിക്കും. അമേരിക്കൻ റെഡ് ക്രോസ് അവരുടെയും ആ രാജ്യത്തിന്റെയും ചരിത്രത്തിലെ രണ്ടാമത്തെ നാഷണൽ ബ്ലഡ് സപ്ലൈ ക്രൈസിസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവറുകളിൽ ഒന്നായ US-ലെ ഹോസ്പിറ്റലുകളിൽ ജീവൻ രക്ഷാ ശസ്ത്രക്രിയകൾക്കും എമർജൻസി ടാക്ലിങ്ങിനും ആവശ്യമായിട്ടുള്ള ബ്ലഡ് സ്റ്റോക്കില്ല. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്കാണ് അമേരിക്കയിൽ ബ്ലഡ് ഡൊണേഷൻസ് പോയിരിക്കുന്നത്. ആശുപത്രികളിൽ സർജറികൾ മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ട്. ആക്സിഡന്റ് വിക്ടിംസ് കാത്തിരിക്കേണ്ട സാഹചര്യം. ഇനി ഏറ്റവും ആവശ്യമായ ബ്ലഡ് പോലും റേഷൻ ചെയ്യേണ്ടി വരുന്നു. എന്താണ് അമേരിക്കയെ ഈ ഒരു ബ്ലഡ് ക്രൈസിസിലേക്ക് എത്തിച്ചത് ഒന്ന് നോക്കാം. ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ബ്ലഡ് സപ്ലൈ നടത്തുന്ന ഏജൻസിയാണ് അമേരിക്കൻ റെഡ് ക്രോസ്. US-ലെ ആകെയുള്ള രക്ത ആവശ്യങ്ങളുടെ ഏകദേശം 40% സപ്ലൈ ചെയ്യുന്നത് റെഡ് ക്രോസ് തന്നെയാണ്. അമേരിക്കയിൽ അമേരിക്കൻ റെഡ് ക്രോസ് രാജ്യവ്യാപകമായിട്ട് നാഷണൽ ബ്ലഡ് സപ്ലൈ ക്രൈസിസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംഘടനയുടെ ചരിത്രത്തിൽ ഇത് 2ാം തവണ മാത്രമാണ് ഇത്തരമൊരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആദ്യത്തേത് 2022 ജനുവരിയിൽ കോവിഡ് പാൻഡമിക്കിന്റെ കൊടുമുടിയിൽ ഒമൈക്രോൺ വേവ് വന്ന സമയത്തായിരുന്നു. അതിനുശേഷം കൃത്യമായി 4 വർഷത്തിനിടയിലെ ഏറ്റവും മോശം സമ്മർ സീസണിലൂടെയാണ് ഇപ്പോൾ US കടന്നു പോകുന്നത്. ഈ ക്രൈസിസിന് കാരണം എന്താണ് എന്ന് വെച്ചാൽ, ഈ സമ്മർ സീസണിൽ ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം ഹോസ്പിറ്റൽ ഡിമാൻഡ് കുറയുന്നില്ല. ഡിമാൻഡും സപ്ലൈയും അത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അപകടകരമായ നിലയിലെത്തി. ഇതിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ടൈപ്പ് O ബ്ലഡ് ഗ്രൂപ്പിന്റെ കടുത്ത ദൗർലഭ്യമാണ്. റെഡ് ക്രോസിന്റെ റിപ്പോർട്ട് പ്രകാരം നാഷണൽ ലെവലിൽ ടൈപ്പ് O പോസിറ്റീവ് ബ്ലഡിന്റെ ഇൻവെന്ററി ഇപ്പോൾ ഒരു ദിവസത്തിൽ താഴെ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. എമർജൻസി സാഹചര്യങ്ങളിൽ രോഗികൾക്ക് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്ത് നോക്കാൻ സമയമില്ലാത്ത ഘട്ടങ്ങളിലൊക്കെ ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യൂണിവേഴ്സൽ ബ്ലഡ് ടൈപ്പ് ആയിട്ടുള്ള ടൈപ്പ് O നെഗറ്റീവ് ആണ്. അതോടൊപ്പം ആകെ ട്രാൻസ്ഫ്യൂഷനിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് ടൈപ്പ് O പോസിറ്റീവ്. സ്റ്റോക്ക് തീരാറായതോടെ റെഡ് ക്രോസിന് ഇപ്പോൾ ഹോസ്പിറ്റലുകളിലേക്ക് നൽകുന്ന O നെഗറ്റീവ് ബ്ലഡ് വിതരണത്തിൽ ഡിസ്ട്രിബ്യൂഷൻസിന് റിസ്ട്രിക്ഷൻസ്, ഒരുതരം റേഷനിങ് ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ആർക്കാണ് ആദ്യം നൽകേണ്ടത് എന്ന രീതിയിൽ പ്രയോറിറ്റി അടിസ്ഥാനത്തിലാണ് സപ്ലൈ നിയന്ത്രിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതം രോഗികൾ നേരിട്ട് അനുഭവിച്ചു തുടങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിലർക്ക് സർജറി വൈകുന്നുണ്ട്. ചില എമർജൻസി പേഷ്യൻസിന് ബ്ലഡ് ലഭിക്കാൻ കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ട ചികിത്സ പോലും ഡിലേ ആകാനുള്ള സാധ്യത ഉയരുകയാണ്. ഇനി എല്ലാവരും ചിന്തിക്കുന്നത്, പെട്ടെന്ന് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഇത്ര വലിയൊരു ക്ഷാമം ഉണ്ടായത് എന്നായിരിക്കും. പ്രധാനമായും 4 കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഒന്ന്, അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന കടുത്ത ചൂടും എയർ ക്വാളിറ്റി തകരാറുകളും ആളുകൾ ഡൊണേഷൻ ക്യാമ്പുകളിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സമായി. പിന്നെ സാധാരണയായിട്ട് ഹൈസ്കൂളുകളിലും കോളേജുകളിലും വലിയ അളവിൽ ഈ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ്സ് നടക്കുന്നുണ്ട്. എന്നാൽ സമ്മർ വെക്കേഷൻ ആയതോടെ സ്കൂളുകൾ അടച്ചതും ആളുകൾ യാത്രയിലായതും ഈ ഒരു ഡൊണേഷൻസിനെ ബാധിച്ചു. മറ്റൊരു റീസൺ, ബ്ലഡ് എന്നത് നമുക്ക് വർഷങ്ങളോളം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നല്ല. പ്ലേറ്റ്ലെറ്റുകൾ കേവലം 5 ദിവസം മാത്രമാണ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് ആശുപത്രികളിലെ ആവശ്യം കുറയുന്നില്ല. ക്യാൻസർ ട്രീറ്റ്മെന്റ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, കോംപ്ലിക്കേറ്റഡ് ഡെലിവറി, മേജർ സർജറികൾ, റോഡ് ആക്സിഡന്റ്, ഗൺ വയലൻസ് ഇവയൊക്കെ ദിവസേന ബ്ലഡ് ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ബ്ലഡ് സ്റ്റോക്ക് അതിവേഗം തീരുകയാണ്. റെഡ് ക്രോസ് പ്രസിഡന്റ് പറയുന്നത്, 2022 ആദ്യ ബ്ലഡ് ക്രൈസിസ് വന്നതിന് ശേഷം ഭാവിയിൽ വീണ്ടും ഇത്തരം ഒരു അവസ്ഥ ഒഴിവാക്കാൻ നിരവധി സേഫ് ഗാർഡ്സ് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇത്തവണ ഡോണർ പാർട്ടിസിപ്പേഷൻ ഇത്രയും കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ദേശീയ ക്രൈസിസ് പ്രഖ്യാപിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഓരോ ബ്ലഡ് ഡ്രൈവിലും വെറും 3 പേർ കൂടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ മാത്രം ഈ ക്രൈസിസ് അവസാനിപ്പിക്കാനും നാഷണൽ സപ്ലൈ സ്ഥിരതപ്പെടുത്താനും സാധിക്കുമെന്നാണ് സംഘടന പറയുന്നത്. ഇതിനിടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അമേരിക്കൻ FDA ലോകത്തിലെ ആദ്യ ഫ്രീസ് ഡ്രൈഡ് പ്ലാസ്മ പ്രൊഡക്റ്റിന് അനുമതി നൽകിയിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷൻസിൽ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാനും വേഗത്തിൽ ഉപയോഗിക്കാനുമാകുന്ന പ്ലാസ്മയാണിത്. എന്നാൽ റെഡ് ക്രോസ് വ്യക്തമാക്കുന്നത് ഇത് പ്ലാസ്മ ഷോർട്ടേജ് കുറയ്ക്കാൻ സഹായിച്ചേക്കാമെങ്കിലും ഇപ്പോഴുള്ള പ്രധാന പ്രശ്നമായ റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും ഇതിന്റെ കുറവിന് വലിയ പരിഹാരമാകില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് പുതിയ ബ്ലഡ് ഡോണേഴ്സിനെയാണ്. എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകളെയും റെഡ് ക്രോസ് ക്ഷണിക്കുന്നുണ്ട്. ടൈപ്പ് O ഡോണേഴ്സിനാണ് ഇപ്പോൾ കൂടുതൽ അടിയന്തര ആവശ്യം. ഒരു ജീവൻ രക്ഷിക്കാൻ ബ്ലഡിന് പകരം വെക്കാൻ ലോകത്ത് മറ്റൊന്നുമില്ല. എത്ര വലിയ ടെക്നോളജി വികസിച്ചാലും ബ്ലഡ് കൃത്രിമമായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല. അത് നൽകാൻ കഴിയുന്നത് മറ്റൊരു മനുഷ്യന് മാത്രമാണ്. ഇന്ന് അമേരിക്ക നേരിടുന്ന ഈ ഒരു ക്രൈസിസ് ആരോഗ്യരംഗത്ത് ടെക്നോളജി എത്ര മുന്നേറിയാലും മനുഷ്യരുടെ പങ്കാളിത്തത്തിന് പകരം ഒന്നുമില്ല എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ്. ബ്ലഡ് ഡൊണേഷൻ ഒരു ചെറിയ കാര്യമാണ് എന്ന് പലരും കരുതും അല്ലെങ്കിൽ പറയാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അത് ഒരാളുടെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഏക വ്യത്യാസമായിരിക്കും. ഒരു തെരുവ് നായും അതിന്റെ 3 കുഞ്ഞുങ്ങളും ക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടരുന്നു. ഈ സംഭവത്തിൽ രാജ്യത്തിലെ ജനങ്ങൾ കടുത്ത രോഷത്തിലാകുന്നു. കഥ അവിടെ മാറുകയാണ്. പ്രതിഷേധങ്ങളെല്ലാം ഭയന്ന് സർക്കാർ ഇന്റർനെറ്റിൽ നിന്ന് പോസ്റ്റുകൾ ഒന്നൊന്നായിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. മെമ്മോറിയൽസ് നീക്കം ചെയ്തു. ആളുകളെ മിണ്ടാതെയാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതോടെ പ്രതിഷേധം ചൈനയുടെ അതിർത്തിയും കടന്നു. അധികാരികൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് ആ തെരുവ് നായ ജനങ്ങളുടെ നിശബ്ദ പ്രതിഷേധത്തിന്റെ ചിഹ്നമായിട്ട് മാറി. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ മുതൽ ടോക്കിയോയിലെ ഷിബുയയും അതുപോലെ ടെപേയ് 101 വരെയുള്ള കൂറ്റൻ ഡിജിറ്റൽ ബിൽ ബോർഡുകളിൽ ആ നായയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു. എന്താണ് ചൈനയിലെ ഗുവാങ്ഡോങ്ങിൽ നടന്നത്? എന്തുകൊണ്ടാണ് വാങ് വാങ് എന്ന നായയുടെ മരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഒരു വലിയ രാഷ്ട്രീയ ഭീഷണിയായിട്ട് മാറിയത്? നോക്കാം. സംഭവം നടക്കുന്നത് ചൈനയിലെ ഗുവാങ്ഡോങ് പ്രവിശ്യയിലെ ജിയാങ് എന്ന സ്ഥലത്താണ്. അവിടെയുള്ള ഒരു ഗ്രാമത്തിലെ നാട്ടുകാർ സ്ഥിരമായിട്ട് ആഹാരം നൽകി സംരക്ഷിച്ചിരുന്ന തെരുവ് നായയായിരുന്നു വാങ് വാങ്. അടുത്ത കാലത്താണ് അവൾ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. പക്ഷേ ജൂൺ 28-ന് ഈ നായയുടെയും അതിന്റെ കുഞ്ഞുങ്ങളുടെയും ജീവിതം അതിദാരുണമായിട്ട് അവസാനിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള 4 ആൺകുട്ടികൾ വാങ് വാങ്ങിനെയും കുഞ്ഞുങ്ങളെയും പിടികൂടി. വിദ്യാർത്ഥികൾ ചേർന്ന് തള്ളനായയെയും കുഞ്ഞുങ്ങളെയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുകയും ചെയ്തു. തുടർന്ന് വാങ് വാങ്ങിന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ജീവനോടെ കത്തിച്ച് കൊല്ലുകയായിരുന്നു. ഈ ക്രൂരത മുഴുവൻ അവർ ഫോണിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ വീഡിയോ ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ പോയിന്റ്സ്, വെയ്ബോ, ഷിയാ ഹോങ് ഷു എന്നിവയിൽ വൈറലായതോടെ വലിയ ജനരോഷമാണ് ഉയർന്നത്. ഇവിടെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പുറത്തു വരുന്നത്. ചൈനയിൽ മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നാഷണൽ ലെവലിൽ ഒരു ആനിമൽ പ്രൊട്ടക്ഷൻ ലോ നിലവിലില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ ഉപദ്രവിച്ചു എന്ന കുറ്റത്തിന് പോലീസിന് നിയമപരമായിട്ട് കേസ് എടുക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, കുറ്റം ചെയ്ത കുട്ടികൾക്കെല്ലാം 14 വയസ്സിൽ താഴെ പ്രായമുള്ളതിനാൽ ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അവരെ വെറുതെ ഒരു സ്പെഷ്യൽ കറക്റ്റീവ് സ്കൂളിലേക്ക് അയക്കുക മാത്രമാണ് അധികാരികൾ ചെയ്തത്. ഇതോടെ ജനങ്ങളുടെ രോഷം ഇരട്ടിച്ചു. കടുത്ത മൃഗസംരക്ഷണ നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് 70,000-ലധികം ആളുകൾ ഒപ്പുശേഖരണവും ഓൺലൈൻ ക്യാമ്പയിനുകളും ആരംഭിച്ചു. ഈ പ്രതിഷേധം സർക്കാരിനെതിരെ തിരിയുമെന്ന് ഭയന്ന ചൈനീസ് അധികാരികൾ സെൻസർഷിപ്പ് പടവാളാക്കി. വാങ് വാങ്ങിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ പ്ലാറ്റ്ഫോമുകൾ ഒന്നൊന്നായിട്ട് ഡിലീറ്റ് ചെയ്തു തുടങ്ങി. ചൈനയിലെ പ്രശസ്ത സെലിബ്രിറ്റികളായ സിനിമാ താരങ്ങൾ ഇതിനെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ അവരുടെ പോസ്റ്റുകൾ നിമിഷങ്ങൾക്കകം നീക്കം ചെയ്യപ്പെട്ടു. എന്നാൽ ജനങ്ങൾ വിട്ടുകൊടുത്തില്ല. ചൈനയ്ക്കകത്ത് പോസ്റ്റുകൾ സെൻസർ ചെയ്യപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള ചൈനീസ് വംശജരും മൃഗസ്നേഹികളും ചേർന്ന് ക്ലൗഡ് ഫണ്ടിംഗ് വഴി പണം സമാഹരിച്ചു. ന്യൂയോർക്കിലെ വിഖ്യാതമായ ടൈംസ് സ്ക്വയർ, ജപ്പാനിലെ ഷിബുയ, തായ്വാനിലെ ടൈപേയ് 101, ഹോങ്കോങ് തുടങ്ങി 100 കണക്കിന് അന്താരാഷ്ട്ര നഗരങ്ങളിലെ വലിയ LED സ്ക്രീനുകളിൽ വാങ് വാങ്ങിന്റെ ചിത്രങ്ങളും നിയമം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങളും പ്ലേ ചെയ്യപ്പെട്ടു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ വ്യക്തമാക്കുന്നത് വാങ് വാങ് എന്നത് കേവലം ഒരു മൃഗസ്നേഹത്തിന്റെ മാത്രം വിഷയമല്ല. ചൈനയിൽ തുറന്നുള്ള പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ, അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ, ഭരണകൂടത്തിന്റെ സെൻസർഷിപ്പിനും അനീതിക്കുമെതിരെയുള്ള ജനങ്ങൾ കണ്ടെത്തിയ ഒരു നിശബ്ദ ചിഹ്നമാണ് ഈ ഒരു പാവം നായ എന്നാണ്. ചൈനയിലെ പല നഗരങ്ങളിലും സ്ഥാപിച്ച സ്മാരക ബോർഡുകൾ പോലീസ് നിർബന്ധപൂർവ്വം മാറ്റിപ്പിച്ചു. വിദേശത്തെ ക്യാമ്പയിനുകൾക്ക് പിന്നിൽ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട് എന്നാണ് അധികാരികൾ ഇപ്പോഴും വാദിക്കുന്നത്. അടിച്ചമർത്തലുകൾ എത്ര കടുത്തതായാലും
അനീതിക്കെതിരെയുള്ള മനുഷ്യന്റെ ശബ്ദം ഏത് വഴിയും പുറത്തു വരുമെന്നതിന്റെ തെളിവാണ് വാങ് വാങ് എന്ന നായയുടെ ഓർമ്മകൾ ലോകമെമ്പാടും പടർന്നു പിടിച്ച ഈ ഒരു സംഭവം. അമാനുഷിക ക്രൂരതകൾക്കെതിരെ ശക്തമായ നിയമങ്ങൾ ലോകത്ത് എവിടെയായാലും അത്യാവശ്യമാണ്. ഇപ്പോൾ വാങ് വാങ് എന്ന പേര് ഒരു നായയുടെ പേര് മാത്രമല്ല. ആനിമൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഓൺലൈൻ സെൻസർഷിപ്പ് ഇതെല്ലാം ഒരുമിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രതീകമായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ഒരു തെരുവ് നായയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ ഇനി തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ വാങ് വാങ്ങിന്റെ കഥ ലോകത്താകെ ഒരു വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. മിണ്ടാതാക്കാൻ ശ്രമിച്ചാൽ സത്യം അപ്രത്യക്ഷമാകുമോ, അല്ലെങ്കിൽ അതിന് കൂടുതൽ ശബ്ദമുണ്ടാകുമോ? ഇന്ന് ചൈനയിൽ തുടങ്ങിയ ഈ ചർച്ച അതിർത്തികൾ കടന്ന ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞു. ഇനി മാറുന്നത് നിയമമാണോ അതോ പ്രതിഷേധത്തിന്റെ രൂപമാണോ? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൽക്കരി വേണ്ട, എണ്ണ വേണ്ട, കാറ്റും മഴയും ഒന്നും പ്രശ്നമല്ല. സൂര്യനെ പോലെ ഭൂമിയിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ സൺ ഉണ്ടാക്കി അതിൽ നിന്ന് അളവറ്റ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ചൈനയുടെ ശ്രമം. സൈഫൈ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ആശയം ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് അടുക്കുകയാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ സൺ യഥാർത്ഥത്തിൽ എന്താണ്? ഫ്രാൻസിലെ അന്താരാഷ്ട്ര ഫ്യൂഷൻ റിയാക്ടറിനേക്കാൾ 3 ഇരട്ടി ശേഷിയുള്ള ഈ സാങ്കേതിക വിദ്യ എന്താണ്? ഇതെങ്ങനെയാണ് ലോകത്തിന് സൗജന്യവും മലിനീകരണ മുക്തവുമായിട്ടുള്ള ഊർജ്ജം നൽകുന്നത്? ഇത് വിജയിച്ചാൽ ലോകത്തിന്റെ എനർജി മാപ്പ് എങ്ങനെ മാറും? പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക മത്സരങ്ങളിൽ ഒന്ന് ഇന്ന് നടക്കുന്നത് AI-ലോ സ്പേസിലോ മാത്രമല്ല, ന്യൂക്ലിയർ ഫ്യൂഷൻ മേഖലയിലും കൂടിയാണ്. ആ മത്സരത്തിൽ ചൈന ഇപ്പോൾ വലിയൊരു മൈൽ സ്റ്റോൺ പിന്നിട്ടിരിക്കുകയാണ്. ചൈനീസ് ശാസ്ത്രജ്ഞർ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൂപ്പർ കണ്ടക്ടിംഗ് ഫ്യൂഷൻ മാഗ്നറ്റ് സിസ്റ്റവും അതിലെ ഏറ്റവും നിർണായക ഭാഗമായ സെൻട്രൽ സോളിനോയിഡ് കോയിലും വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. ഇത് സാധാരണ ഒരു മാഗ്നറ്റ് അല്ല. ഭാവിയിൽ മനുഷ്യരാശിയുടെ വൈദ്യുതി ഉൽപാദന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ടെക്നോളജിയുടെ ഹൃദയഭാഗമാണ് എന്ന് പറയണം. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ആകാശത്ത് ഉയർന്നു വരുന്ന ഒന്നല്ല ചൈനയുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ സൺ. ചൈനയിലെ എൻഹുയി പ്രവിശ്യയിലെ ഹെയ്ഫേ നഗരത്തിലുള്ള ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസ് CAS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ ഫിസിക്സ് ലാബിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറാണിത്. യഥാർത്ഥ സൂര്യന്റെ ഉള്ളിൽ എങ്ങനെയാണോ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതേ പ്രക്രിയ ഭൂമിയിൽ പുനഃസൃഷ്ടിക്കുകയാണ് ശാസ്ത്രജ്ഞർ ചെയ്യുന്നത്. അതിനായിട്ട് ഹൈഡ്രജൻ ആറ്റംസിനെ 10 കോടി ഡിഗ്രി സെൽഷ്യസിലധികം, അതായത് സൂര്യന്റെ കേന്ദ്രത്തെക്കാൾ 6 ഇരട്ടിയിലധികം കടുത്ത താപനിലയിൽ കൂട്ടിയോജിപ്പിക്കുന്നു. ഈ പ്രക്രിയയിലൂടെ അതിഭീമമായ അളവിൽ ശുദ്ധമായ ഊർജ്ജം വേർതിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. 10 കോടി ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന ഈ പ്ലാസ്മ വാതകത്തെ ഒതുക്കി നിർത്താൻ ഭൂമിയിൽ ഏത് പാത്രത്തിനാണ് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു മീഡിയത്തിനാണ് സാധിക്കുക എന്നുള്ള ചോദ്യം. ഏതൊരു ലോഹവും ആ നിമിഷം ഉരുകിപ്പോകും. ഇവിടെയാണ് ചൈനീസ് എഞ്ചിനീയേഴ്സ് തങ്ങളുടെ സാങ്കേതിക വിസ്മയം പുറത്തെടുത്തത്. അവർ നിർമ്മിച്ച D ഷേപ്പ്, അതായത് ഇംഗ്ലീഷിലെ D ആൽഫബറ്റ്, ഈ D ആകൃതിയിലുള്ള സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റ് ആണ് ഇതിന്റെ പ്രധാന താരമെന്ന് പറയുന്നത്. 582 ടൺ ഭാരമുള്ള ഈ ഒരു മാഗ്നറ്റ് നിലവിൽ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ മാഗ്നറ്റ് സിസ്റ്റമാണ്. 21 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള ഈ മാഗ്നറ്റിന് ഫ്രാൻസിലെ അന്താരാഷ്ട്ര ഫ്യൂഷൻ പദ്ധതിയായ ഇറ്ററിൽ പോലും ഉപയോഗിക്കുന്ന മാഗ്നറ്റ്സിനേക്കാൾ 1.3 ഇരട്ടി വലുപ്പവും 3 ഇരട്ടി അധിക ഊർജ്ജ സംഭരണ ശേഷിയുമുണ്ട്. ഈ മാഗ്നറ്റ് സൃഷ്ടിക്കുന്ന ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് കാരണം റിയാക്ടറിനുള്ളിലെ ഭീമൻ പ്ലാസ്മ അല്പം പോലും യന്ത്രത്തിന്റെ ഭിത്തികളിൽ തൊടാതെ വായുവിൽ അങ്ങ് നിൽക്കും. ഒരു ഇൻവിസിബിൾ മാഗ്നറ്റിക് കേജിൽ, അതായത് കാണാൻ പറ്റാത്ത ഒരു കാന്തിക കൂട്ടിനുള്ളിൽ പ്ലാസ്മയെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇതോടൊപ്പം പരീക്ഷിച്ച സെൻട്രൽ സോളിനോയിഡ് കോയിൽ ഒരു വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് പോലെ പ്രവർത്തിച്ച പ്ലാസ്മയെ കത്തിക്കാനും കൃത്യമായി നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഈ ഒരൊറ്റ പരീക്ഷണത്തിലൂടെ മാത്രം 47 പേറ്റന്റുകളും 25 അന്താരാഷ്ട്ര വ്യവസായ മാനദണ്ഡങ്ങളുമാണ് ചൈന സ്വന്തമാക്കിയത്. ചൈനയുടെ പ്രധാന പരീക്ഷണ റിയാക്ടറായ ഈസ്റ്റ്, അതായത് എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കമാർക്ക്, മുൻപ് ലോകത്തെ ഞെട്ടിച്ച ഒരു റെക്കോർഡ് ഇട്ടിരുന്നു. 10 കോടി ഡിഗ്രി സെൽഷ്യസ് താപനില, അതായത് 1066 സെക്കൻഡ് നേരം തടസ്സമില്ലാതെ നിലനിർത്തിക്കൊണ്ടായിരുന്നു ആ റെക്കോർഡ്. എന്നാൽ ഇതുകൊണ്ടൊന്നും ചൈന തൃപ്തരാകുന്നില്ല. അടുത്ത പടിയായിട്ട് 2027ഓടെ കൂടുതൽ ശേഷിയുള്ള ബേണിംഗ് പ്ലാസ്മ എക്സ്പെരിമെന്റൽ ടോക്കമാർക്ക്, അതായത് ബെസ്റ്റ് നിർമ്മാണം പൂർത്തിയാകും. ഇനി 2030ഓടെ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി മാറുക എന്നതാണ് ചൈനയുടെ വൻ പദ്ധതി. പക്ഷേ ഈ ടെക്നോളജി അത്ര ഈസിയാണോ?
ഒരിക്കലുമല്ല. ശാസ്ത്രജ്ഞർക്ക് മുന്നിൽ ഇനിയും വലിയ കടമ്പകളുണ്ട്. റിയാക്ടേഴ്സ് -268.95 പോലെയുള്ള അതിശൈത്യമുള്ള അവസ്ഥയിൽ ക്രയോജനിക് ടെമ്പറേച്ചറിൽ വർഷങ്ങളോളം തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കണം. കൂടാതെ റിയാക്ടർ പ്രവർത്തിപ്പിക്കാൻ കൊടുക്കുന്ന ഊർജ്ജത്തേക്കാൾ കൂടുതൽ ഊർജ്ജം പുറത്തേക്ക് ലഭിക്കുകയും വേണം. എങ്കിലും എന്തുകൊണ്ടാണ് ലോകം ഇതിനെ ഇത്രയധികം പ്രതീക്ഷയോടെ നോക്കുന്നത്? നിലവിലെ അറ്റോമിക് പവർ പ്ലാന്റുകളിൽ നിന്നുള്ള അപകടകരമായ റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങളോ പരിസ്ഥിതിക്ക് ഭീഷണിയാകുന്ന കാർബൺ എമിഷനോ ഇതിലില്ല. അല്പം ഹൈഡ്രജൻ ഉപയോഗിച്ച് കോടിക്കണക്കിന് ആളുകൾക്ക് വർഷങ്ങളോളം ആവശ്യമായിട്ടുള്ള അനന്തവും സുരക്ഷിതവുമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും. കൽക്കരിയും ക്രൂഡ് ഓയിലും വെച്ച് കാശുണ്ടാക്കുന്ന രാജ്യങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനം കാരണം ബുദ്ധിമുട്ടുന്ന ഭൂമിയുടെയും ഭാവിയെ തകിടം മറിക്കാൻ പോകുന്ന ഒന്നാണ് ചൈനയുടെ ഈ ഒരു കൃത്രിമ സൂര്യൻ, ആർട്ടിഫിഷ്യൽ സൺ. 2030 ചൈന ഇത് പൂർണ്ണമായും വിജയകരമാക്കിയാൽ ലോകത്തിന്റെ എനർജി മാപ്പ് തന്നെ മാറിമറിയും. ഒരു കാലത്ത് തീ കണ്ടെത്തിയത് മനുഷ്യ ചരിത്രം മാറ്റിമറിച്ചു. പിന്നീട് വൈദ്യുതി ലോകത്തെ മാറ്റി. ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ വിജയിച്ചാൽ അത് അടുത്ത വലിയ എനർജി റെവല്യൂഷൻ ആകാം. പക്ഷേ ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ചൈനയുടെ ആർട്ടിഫിഷ്യൽ സൺ ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്. എങ്കിലും ഓരോ വിജയകരമായ പരീക്ഷണവും ഒരു കാര്യം വ്യക്തമാക്കുകയാണ്: ഭാവിയിലെ ലോകശക്തിയെ നിർണ്ണയിക്കുക ആയുധങ്ങൾ മാത്രമല്ല, വൈദ്യുതിയും എനർജി ടെക്നോളജിയും കൂടിയായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് ടോക്കിയോ. ഏകദേശം 3.7 കോടി ആളുകൾ താമസിക്കുന്ന ഗ്രേറ്റർ ടോക്കിയോ ഏരിയ ജപ്പാന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും ഭരണപരവുമായ കേന്ദ്രമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പാർലമെന്റ്, വലിയ കമ്പനികളുടെ ഹെഡ് ഓഫീസ്, ധനകാര്യ സ്ഥാപനങ്ങൾ എല്ലാം ഏതാണ്ട് ടോക്കിയോ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് തന്നെയാണ് ഇപ്പോൾ ജപ്പാനെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം പറയാം. അതിനു മുമ്പ്, എല്ലാ മുട്ടയും ഒരേ കൊട്ടയിൽ വെക്കരുത് എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അതാണ് ശരിക്കും കാരണം. രാജ്യത്തിന്റെ എല്ലാ പ്രധാന സംവിധാനങ്ങളും ഒരേ ഒരു നഗരത്തിൽ കേന്ദ്രീകരിക്കുന്നത് വലിയ റിസ്ക് ആണ് എന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ആശങ്ക? ഉത്തരം: ഭൂകമ്പം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. ടോക്കിയോ സ്ഥിതി ചെയ്യുന്നത് തന്നെ വലിയ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ്. ഭാവിയിൽ ഒരു വലിയ മെഗാ എർത്ത്ക്വേക്ക് ഉണ്ടായാൽ സർക്കാർ പ്രവർത്തനങ്ങൾ, ധനകാര്യ സംവിധാനം, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ സകലതും ഒരേ സമയം തകരാറിലാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈ ആശങ്കയ്ക്ക് പിന്നിൽ ഒരു വലിയ ചരിത്ര പാഠവുമുണ്ട്. 2011 ജപ്പാനെ നടുക്കിയ ഭൂകമ്പവും സുനാമിയും തുടർന്ന് ഫുകുഷിയാമ ന്യൂക്ലിയർ ഡിസാസ്റ്ററും രാജ്യം മറന്നിട്ടില്ല. 20,000-ലധികം പേർ മരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലാവുകയും ചെയ്ത ആ ദുരന്തത്തിന് ശേഷം രാജ്യത്തിന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഒരേ ഒരു നഗരത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ശരിയാണ്? ഈ ഒരു ചോദ്യം വീണ്ടും ശക്തമായിട്ട് ഉയർന്നു. ഭൗമശാസ്ത്രജ്ഞരുടെ കടുത്ത മുന്നറിയിപ്പ് ഇതാണ്: അടുത്ത 30 വർഷത്തിനുള്ളിൽ മാഗ്നിറ്റ്യൂഡ് 7-ൽ അധികമുള്ള കടുത്ത ഭൂകമ്പം ടോക്കിയോയെ പിടിച്ചു കുലുക്കാൻ 70% സാധ്യതയുണ്ട്. ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ജപ്പാന്റെ ഭരണകൂടവും സാമ്പത്തിക വ്യവസ്ഥയും നിമിഷ നേരം കൊണ്ട് നിശ്ചലമാകും. ഈ ഒരു വൻ ദുരന്ത സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജപ്പാൻ പാർലമെന്റ് ചരിത്രപരമായ ഒരു ബില്ല് പാസാക്കിയിരിക്കുകയാണ്. സബ് ക്യാപിറ്റൽ അഥവാ ജപ്പാൻ ഒരു സെക്കൻഡ് ക്യാപിറ്റൽ, ബാക്കപ്പ് ക്യാപിറ്റൽ നിർമ്മിക്കാനുള്ള നിയമം. നിലവിൽ ജപ്പാന്റെ ആകെ GDPയുടെ 20% ടോക്കിയോയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ പാർലമെന്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, കേന്ദ്ര മന്ത്രാലയങ്ങൾ, വൻകിട കോർപ്പറേറ്റുകൾ, നാഷണൽ ബാങ്കുകൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. ഇതിനെയാണ് ഇക്കണോമിസ്റ്റുകൾ ഓവർ കോൺസെൻട്രേഷൻ ഇൻ ടോക്കിയോ എന്ന് വിളിക്കുന്നത്. 2011 സുനാമിയും ഫുകുഷിമ ദുരന്തവും ജപ്പാനെ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട്. ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാൽ മുഴുവൻ സിസ്റ്റവും ഒരേ സമയം തകരാൻ പാടില്ല. അതിനാൽ ടോക്കിയോയിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടുത്തെ ഭരണചക്രം തിരിക്കാൻ ഒരു ബാക്കപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ അഥവാ സമാന്തര തലസ്ഥാനം ജപ്പാൻ അത്യാവശ്യമാണ്. ജപ്പാൻ പാർലമെന്റിൽ അതിശക്തമായ തർക്കങ്ങൾക്കും വോട്ടെടുപ്പിനും ശേഷമാണ് ഈ ബില്ല് പാസ്സായത്. അപ്പർ ഹൌസിൽ 123 വോട്ടുകൾക്കെതിരെ 121 വോട്ടുകൾക്ക് കേവലം 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത്. പ്രധാനമന്ത്രി സനാ തകൈച്ചിയുടെ ഭരണകക്ഷിയും അവരുമായി സഹകരിക്കുന്ന ജപ്പാൻ ഇന്നൊവേഷൻ പാർട്ടിയും ചേർന്നാണ് ഈ നിയമം കൊണ്ടുവന്നത്. നിയമപ്രകാരം 2ാം തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവിശ്യയിലേക്ക് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ പ്രാദേശിക ഓഫീസുകൾ മാറ്റുകയും അവിടെ ബിസിനസ് ആരംഭിക്കുന്ന വൻകിട കമ്പനികൾക്ക് ടാക്സ് ഇൻസെന്റീവ്സ് അഥവാ നികുതി ഇളവുകളും റെഗുലേറ്ററി ഇളവുകളും നൽകുകയും ചെയ്യും. ഇനി ഏതൊക്കെ നഗരങ്ങളാണ് ജപ്പാന്റെ അടുത്ത സെക്കൻഡ് ക്യാപിറ്റൽ ആകാൻ മുന്നിലുള്ളത്? പ്രധാനമായും 3 നഗരങ്ങളാണ് കടുത്ത മത്സരത്തിലുള്ളത്. ഒന്ന് ഒസാക്കയാണ്. 2ാം തലസ്ഥാനമാകാൻ ഏറ്റവും സാധ്യതയുള്ള നഗരം ഒസാക്കയാണ്. ജപ്പാന്റെ 2ാമത്തെ ഏറ്റവും വലിയ ഇക്കണോമിക് ഹബ്ബാണിത്. കാൻസായി ഇന്റർനാഷണൽ എയർപോർട്ടും ഷിക്കാൻസൻ ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്കും ഒസാക്കയെ മുൻപന്തിയിൽ നിർത്തുന്നു. 2 ഫുകുവോക്ക. ക്യൂഷു മേഖലയിലെ പ്രധാന നഗരമായ ഫുകുവോക്ക ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വളരെ അടുത്താണ്. ടോക്കിയോയിൽ ഒരു ദുരന്തമുണ്ടായാൽ ഫുകുവോക്കയെ അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
3 ഐച്ചി നഗോയ. ജപ്പാന്റെ പ്രധാന മാനുഫാക്ചറിംഗ് ഹബ്ബും സപ്ലൈ ചെയിൻ കേന്ദ്രവുമാണ് ഐച്ചി എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഹൊക്കൈഡോ, അതുപോലെ മിയാഗി തുടങ്ങിയ പ്രവിശ്യകളും ഈ ഒരു പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ 44 വർഷമായിട്ട് ഒസാക്കയിൽ നിന്ന് കമ്പനികൾ ഹെഡ്ക്വാർട്ടേഴ്സ് ടോക്കിയോയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് എന്നാണ്. മാത്രമല്ല, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ഗവേണൻസ്, റിമോട്ട് വർക്കിംഗ് എന്നിവയുടെ കാലത്ത് ഈ റിമോട്ട് വർക്കിംഗ് വഴി ജോലികൾ നടക്കുന്നതുകൊണ്ട് ടോക്കിയോയിലെ ബിസിനസ്സുകൾ മറ്റ് നഗരങ്ങളിലേക്ക് മാറാൻ സാധ്യത കുറവാണ് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ കാലത്ത് സർക്കാർ ഓഫീസുകൾ പല നഗരങ്ങളിലായിട്ട് മാറ്റുന്നതിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകണമെന്നില്ല. കമ്പനികളും ഇന്നും ടോക്കിയോയിലേക്കാണ് കൂടുതൽ ആകർഷിക്കപ്പെടുന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2025 പോലും ഒസാക്കയിൽ പുതിയ കമ്പനികൾ എത്തിയതിനേക്കാൾ കൂടുതൽ കമ്പനികൾ നഗരം വിട്ടുപോയി എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതുകൂടാതെ ജപ്പാൻ ഇന്നൊവേഷൻ പാർട്ടിക്ക് ശക്തിയുള്ള ഒസാക്കയെ സഹായിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ മൂവാണോ ഇത് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കൗതുകരമായ കാര്യമുണ്ട്. ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ആണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് എങ്കിലും ടോക്കിയോയെ ഔദ്യോഗിക തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു നിയമം ജപ്പാനിലില്ല. എന്നിരുന്നാലും സർക്കാർ സംവിധാനങ്ങളും ചക്രവർത്തിയുടെ വസതിയും ദേശീയ സ്ഥാപനങ്ങളും ടോക്കിയോയിലായതിനാൽ അത് രാജ്യത്തിന്റെ ഡിഫാക്ടോ ക്യാപിറ്റലായിട്ട് ലോകം അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇത് ടോക്കിയോയെ മാറ്റി മറ്റൊരു നഗരം തലസ്ഥാനമാക്കാനുള്ള പദ്ധതി മാത്രമല്ല, മറിച്ച് ക്യാപിറ്റൽ ഫംഗ്ഷൻസ് റീലൊക്കേഷൻ, അതായത് രാജ്യത്തിന്റെ ചില പ്രധാന സർക്കാർ പ്രവർത്തനങ്ങൾ മറ്റൊരു നഗരത്തിലേക്ക് മാറ്റി 2 ശക്തമായ ഭരണകേന്ദ്രങ്ങൾ സൃഷ്ടിക്കുക എന്ന ആശയമാണ്. ഇതിനായി ബിസിനസ്സുകൾ പുതിയ നഗരങ്ങളിലേക്ക് മാറാൻ ടാക്സ് ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഒരു വലിയ ഭൂകമ്പം വന്നാൽ രാജ്യം മുഴുവൻ നിശ്ചലമാകരുത്. അതാണ് ജപ്പാന്റെ പ്രധാന ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് ക്യാപിറ്റൽ എന്ന ആശയം വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത് ഒടുവിൽ ഒസാക്ക ആകുമോ, ഫുകുവോക്ക ആകുമോ, അതോ മറ്റേതെങ്കിലും നഗരമാകുമോ എന്ന് ഇനി വരും വർഷങ്ങളിലാണ് തീരുമാനിക്കുക. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഭാവിയിലെ രാജ്യങ്ങൾ വികസനത്തോടൊപ്പം ഡിസാസ്റ്റർ ബാക്കപ്പിനും ഒരേ പ്രാധാന്യം നൽകുന്ന കാലമാണ് വരുന്നത്. എന്തൊക്കെ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടായാലും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ തകർന്നു പോകാത്ത ഒരു രാജ്യത്തെ പടുത്തുയർത്താൻ ജപ്പാൻ നടത്തുന്ന ഈ മുൻകരുതൽ ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയാണ്. ഒരു രാജ്യം പുറത്തുനിന്നുള്ള ആക്രമണത്തിൽ തകരാം, പക്ഷേ ഉള്ളിൽ നിന്ന് പതുക്കെ ദുർബലമായാൽ അതാണ് ഏറ്റവും വലിയ അപകടം. ഇന്ന് പാകിസ്ഥാനെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത് അതാണ്. ബലൂചിസ്ഥാൻ, POK, ഖൈബർ പഖ്തൂൺഖ്വ, ഗിൽജിസ്ഥാൻ, ബോൾട്ടിസ്ഥാൻ. എന്തുകൊണ്ടാണ് ഈ പേരുകളെല്ലാം വീണ്ടും വാർത്തകളിൽ നിറയുന്നത്? യെസ്, പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ ഒരു ആഭ്യന്തര തകർച്ചയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിർത്തികളിൽ നിന്നുള്ള ഭീഷണിയേക്കാൾ ഇന്ന് ഇസ്ലാമാബാദിനെ ഭയപ്പെടുത്തുന്നത് സ്വന്തം രാജ്യത്തിനകത്ത് നിന്ന് ഉയരുന്ന ജനകീയ രോഷമാണ്. ബലൂചിസ്ഥാൻ, പാക് അധിനിവേശ കശ്മീർ, ഖൈബർ പഖ്തൂൺഖ്വ, സിന്ധ്, അങ്ങനെ പഞ്ചാബ് പ്രവിശ്യയ്ക്ക് പുറത്തുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും ഇന്ന് ഭരണകൂടത്തിനെതിരെ തുറന്ന യുദ്ധത്തിലാണ്. എന്നാൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ വിദഗ്ധരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പാകിസ്ഥാനെ ഇപ്പോൾ പഞ്ചാബിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? രാജ്യത്തിന്റെ സമ്പത്തും വിഭവങ്ങളും സൈനിക ശക്തിയും കേവലം ഒരു പ്രവിശ്യ മാത്രം അനുഭവിക്കുമ്പോൾ ബാക്കിയുള്ള ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും അടിച്ചമർത്തലുകളാണ് ഇതിന് കാരണം. എന്താണ് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ബലൂചിസ്ഥാനിലും POKയിലും സ്ഥിതിഗതികൾ എത്രത്തോളം വഷളായിരിക്കുന്നു പരിശോധിക്കാം. പാകിസ്ഥാൻ രൂപീകൃതമായ കാലം തൊട്ടേ നിലനിൽക്കുന്ന ഒരു പരാതിയാണ് അവിടെ എല്ലാ മേഖലകളിലും പഞ്ചാബി വംശജരുടെ ആധിപത്യമാണ് എന്നത്. സൈന്യത്തിലെ ഭൂരിഭാഗം ഓഫീസർമാരും ഉദ്യോഗസ്ഥ വൃന്ദവും രാജ്യത്തെ പ്രമുഖ വ്യവസായികളും പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരാണ്. എന്നാൽ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകവും ധാതുക്കളും നാച്ചുറൽ റിസോഴ്സസ് നൽകുന്ന ബലൂചിസ്ഥാൻ പോലെയും അതുപോലെ വിനോദസഞ്ചാര വരുമാനം നൽകുന്ന POK പോലെയുമുള്ള പ്രദേശങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് അടിച്ചമർത്തലുകൾ മാത്രമാണ്. പാകിസ്ഥാന്റെ വരുമാനവും വിദേശ സഹായങ്ങളും പ്രധാനമായും ഉപയോഗിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയുടെ വികസനത്തിനും ഇസ്ലാമാബാദിലെ എലീറ്റ് വർഗത്തിനും വേണ്ടി മാത്രമാണ്. ഇതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ പാകിസ്ഥാന്റെ പൗരന്മാരല്ല, പഞ്ചാബിസ്ഥാന്റെ അടിമകളാണ് എന്ന വികാരം ബലൂജികൾക്കിടയിൽ, കശ്മീരികൾക്കിടയിലും ഒക്കെ ശക്തമായത്. ഇതിലെ ഏറ്റവും അപകടകരമായ മേഖല ബലൂചിസ്ഥാനാണ്. ദശാബ്ദങ്ങളായിട്ട് അവിടെ നടക്കുന്ന സ്വാതന്ത്ര്യ സമരം ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA ഉൾപ്പെടെയുള്ള സംഘടനകൾ മുൻപ് ഒളിയുദ്ധം, ഗൊറില്ല വാർഫെയർ നടത്തിയിരുന്ന സ്ഥാനത്ത് ഇന്ന് പാക് സൈനിക ക്യാമ്പുകൾക്കും ട്രെയിനുകൾക്കും ഹൈവേകൾക്കും നേരെ നേരിട്ട് ആക്രമണം നടത്തുകയാണ്.
പോലീസും പട്ടാളവും ആക്രമിക്കപ്പെടുകയും ദിവസം തോറും ഡസൻ കണക്കിന് പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ CPECയുടെ പേരിൽ തങ്ങളുടെ ഭൂമിയും സമ്പത്തും ചൈനയ്ക്ക് പണയം വയ്ക്കുകയാണ് എന്ന് ബലൂജികൾ ആരോപിക്കുന്നു. ഇതിനു പുറമെ വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെയും പെൺകുട്ടികളെ പോലും തട്ടിക്കൊണ്ടുപോകുന്ന പാക് സൈന്യത്തിന്റെ ക്രൂരതകൾക്കെതിരെയും ബഹ്റംഗ് ബലൂജിനെ പോലെയുള്ള ചെറുപ്പക്കാരായ നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ സ്ത്രീ പ്രാധാന്യമുള്ള ജനകീയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ഇനി അടുത്ത ഘടകം പാക് അധിനിവേശ കാശ്മീർ POK. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിൽ വികസനവും സമാധാനവും തിരിച്ചെത്തുമ്പോൾ POKയിൽ കാര്യങ്ങൾ വൻ സ്ഫോടനാത്മകമാണ്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ അതായത് JAACയുടെ നേതൃത്വത്തിൽ മാസങ്ങളായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് POKയിൽ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അതിശക്തമായ ഗോതമ്പ് വിലക്കയറ്റം, സബ്സിഡികൾ വെട്ടിക്കുറച്ചത്, ഭീമമായ വൈദ്യുതി ബില്ല് എന്നിവയാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്. സ്വന്തം നദികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഇസ്ലാമാബാദിലേക്ക് കൊണ്ടുപോവുകയും POKയിലെ ജനങ്ങൾക്ക് അമിത നിരക്കിൽ വൈദ്യുതി വിൽക്കുകയും ചെയ്യുന്ന പാക് ഭരണകൂടത്തിന്റെ ക്രൂരതയ്ക്കെതിരെ ജനങ്ങൾ തുറന്ന ലഹളയിലാണ്. അടുത്തിടെ അവിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിലും വൻ അക്രമ സംഭവങ്ങളും പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങളുമാണ് ഉയർന്നത്. ഈ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെല്ലാം സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം പാക് അർദ്ധസൈനിക വിഭാഗങ്ങളെയും പോലീസിനെയും ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് പാക് സൈനിക തലവൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ കടുത്ത സൈനിക നയം അങ്ങേയറ്റം തിരിച്ചടിയാവുകയാണ്. ഒരു വശത്ത് ബലൂചിസ്ഥാനിൽ BLA കടുത്ത ആഘാതം സൃഷ്ടിക്കുന്നു. മറുവശത്ത് ഖൈബർ പത്തൂൺഖ്വയിൽ തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ TTP ദിവസേന ആക്രമണങ്ങൾ നടത്തുന്നു. അതിനിടയിൽ POKയിൽ ജനങ്ങൾ കല്ലെറിഞ്ഞും ഹർത്താലുകൾ നടത്തിയും സമാന്തര ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നു. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ സൈന്യത്തിന് ഒരേ സമയം ഇത്രയധികം ആഭ്യന്തര മുന്നണികളിൽ പോരാടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഹിന്ദുസ്ഥാന്റെ ഇന്ത്യയുടെ അയൽപക്കത്ത് നിലനിൽക്കുന്ന ഈ ഒരു തകർച്ച കേവലം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയല്ല. ജനാധിപത്യത്തെ അട്ടിമറിച്ച് സൈന്യം ഭരണം കൈയാളുകയും പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു വിഭാഗം ആളുകൾ ബാക്കി മുഴുവൻ പ്രവിശ്യകളെയും ചൂഷണം ചെയ്യുകയും ചെയ്തതിന്റെ സ്വാഭാവികമായിട്ടുള്ള അന്ത്യമാണ് പാകിസ്ഥാൻ ഇന്ന് നേരിടുന്നത്. ഒരു രാജ്യം സ്വന്തം ജനതയോട് അനീതി കാണിച്ചാൽ ആ രാജ്യത്തിന്റെ അതിരുകൾ സുരക്ഷിതമായിരിക്കില്ല എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇന്നത്തെ പാകിസ്ഥാൻ. ഒരു രാജ്യത്തെ ശക്തമാക്കുന്നത് ആയുധങ്ങൾ മാത്രമല്ല, എല്ലാ പ്രദേശങ്ങൾക്കും തുല്യമായ വികസനവും വിശ്വാസവുമാണ്. ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളികൾ സുരക്ഷയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും കഥ മാത്രമല്ല, ദേശീയ ഐക്യത്തിന്റെ വലിയ പരീക്ഷണം കൂടിയാണ്. ഈ പ്രതിസന്ധികളെ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വരും വർഷങ്ങളിൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളും അനാവശ്യ യുദ്ധങ്ങളും ഭരണകൂടത്തിന്റെ ക്രൂരതകളും ലോകത്തെ ഉലയ്ക്കുമ്പോഴും മറുവശത്ത് ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശാസ്ത്ര മുന്നേറ്റങ്ങളും ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള ഒത്തൊരുമിച്ചിട്ടുള്ള ശബ്ദവും നമ്മൾ കാണുന്നുണ്ട്. സുരക്ഷിതവും സമൃദ്ധവുമായൊരു നാളേക്ക് വേണ്ടി ഈ പ്രതിസന്ധികളെല്ലാം ലോകം അതിജീവിക്കുമെന്ന് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.